അമ്മ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അവിടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഇത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടെ അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അതിന് പ്രാപ്തിയുള്ള ഒരുപാട് സീനിയറായിട്ടുള്ള അംഗങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അവരൊക്കെ ഇടപെടുകയും നമ്മുടെ പല പ്രഗത്ഭരായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ നടീനടന്മാരൊക്കെ ഉള്ള ഒരു സംഘടനയില്ലേ നമ്മുടെ. അപ്പൊ അവരുടെയൊക്കെ ഒരു അനുഭവ പരിചയവും അവരുടെ ഒരു മികവും ഒക്കെ ഇതിനകത്ത് ഉപയോഗപ്പെടുത്തി സംഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേരുടെ ഒരു വലിയ പ്രതീക്ഷയാണ് ഈ സംഘടന. അത് ഒരുപാട് ഈ അമ്മയിലെ അംഗങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് ഈ സംഘടനയെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പുറമേ കാണുന്നത് പോലെ ഒരു വർണ്ണശബളാഭമായ രീതിയിലല്ല പല താരങ്ങളും ജീവിക്കുന്നത്. അവരുടെയൊക്കെ പല ജീവിതാവസ്ഥകൾ വളരെ ശോചനീയമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ ജീവിതം വളരെ ബുദ്ധിമുട്ടുന്ന, സിനിമയിൽ നിന്ന് കാര്യമായിട്ടൊന്നും സമ്പാദിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു പ്രതീക്ഷയായിട്ട് ഒരു ആശ്രയമായിട്ടുള്ള സംഘടനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഘടന നിലനിൽക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. കാര്യം അത് ഒരുപാട് പേര് ഇതിനെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടന ഒരിക്കലും അത് തകർന്നു പോകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ പൊതുമധ്യത്തിലാണ് ചർച്ചയിലേക്ക്. അല്ല, അത് പ്രത്യേകിച്ചും ഇതൊരു സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു കാലമാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും പുറത്തു വരുന്നത് വേറെ രീതിയിലാകും. അതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ പല പല വാർത്തകൾ വരുന്നു. അത് ഉണ്ടാവും. അത് ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ എല്ലാ ഇതിലും ഉണ്ടാവും. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, നമ്മുടെ പല ജനറൽ ബോഡി മീറ്റിംഗും ഒക്കെ നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ പുതിയ ഒരു തലമുറയുടെ ഒരു വലിയ സാന്നിധ്യം കാണുന്നില്ല. ശരിക്കും മലയാള സിനിമ ഇന്ന് നിലനിന്നു പോകുന്നത് കൂടുതലും ഈ യുവാക്കളുടെ ഒരു വലിയ നിര സിനിമാ മേഖലയിലുണ്ട്. അവർ വളരെ സജീവമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ടാണ് ഇന്ന് മലയാള സിനിമ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്നത് ഈ യുവതലമുറയുടെ ഒരു പ്രസൻസ് ആണ്. നമ്മൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന ആ ഒരു പദമൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ പുതിയ തലമുറയുടെ സിനിമകൾ കൂടുതലായി വരുന്നു. അപ്പോൾ അവരുടെ ഒരു വലിയ ക്രിയാത്മകമായ ഒരു സാന്നിധ്യം, സർഗാത്മകമായ സാന്നിധ്യം സിനിമയിലുണ്ട്. പക്ഷേ ഈ സംഘടനയിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഈ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം ഈ സംഘടനയിലുള്ളത്. അപ്പോൾ അത് മാറണം. ഇവിടെ ഈ യുവാക്കൾ കൂടുതലായിട്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരികയും അവരുടെ ഒരു സാന്നിധ്യം ഇത് വരികയും അവരെ ആകർഷിക്കുന്ന തരത്തിൽ. എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടന അത് കുറെ മുതിർന്നവരുടെ അല്ലെങ്കിൽ കുറച്ച് പ്രായമായ ആൾക്കാരുടെ ഒരു ഇതായിട്ട് പല ചെറുപ്പക്കാരും എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ എന്തിനാ അവിടെ വരുന്നത്? ഇത് കുറെ വയസ്സായ കുറെ ആൾക്കാർക്ക് ഇൻഷുറൻസും അവർക്ക് കുറെ രോഗമുള്ള ആൾക്കാർക്ക് കുറച്ച് മരുന്നും ഒക്കെ കൊടുക്കുന്ന അങ്ങനെ ഒരു ഇത് അവിടെ എന്ന് പറയുന്ന നമ്മളവിടെ ഒരു അധികപ്പറ്റാണ് എന്ന് തോന്നുന്ന ഒരു തലമുറയുണ്ട്. അപ്പൊ അതിനൊരു മാറ്റം വരികയും അവരെ കൂടി ചേർത്ത് നിർത്താൻ, അവരെ കൂടെ ഉൾക്കൊള്ളാൻ, അവരെ കൂടി ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അമ്മയുടെ ആ ഒരു ഭരണ സംവിധാനവും അമ്മയുടെ മറ്റ് പ്രവർത്തനങ്ങളും അമ്മയുടെ പദ്ധതികളുമൊക്കെ ആ രീതിയിൽ മാറേണ്ടതുണ്ട്. അവിടെ നേതൃത്വ തലത്തിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ അനുഭവസമ്പന്നരായ ഈ പ്രഗത്ഭരായ വലിയ താരങ്ങൾ, വലിയ നടന്മാർ അവരെയൊക്കെ മാറ്റി നിർത്തണം എന്നല്ല, അവരുടെ എല്ലാ അനുഭവ പരിചയങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ നേതൃത്വം പുതിയ ഒരു തലമുറയിലേക്ക് കൈമാറണം. അപ്പൊ അവര് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരുപാട് യുവാക്കളും ഈ മേഖലയിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അവർ കൂടെ ഇതിനകത്ത് കടന്നു വരികയും ഒപ്പം ഈ മുതിർന്ന അംഗങ്ങളുടെ മുഴുവൻ ഒരു സഹകരണത്തോടുകൂടി അവരുടെ എല്ലാം ഒരു മാർഗനിർദ്ദേശത്തോടുകൂടി ഒക്കെ ഉള്ള ഒരു വലിയൊരു സഹകരണത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷം അമ്മയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആ തരത്തിലൊരു തലമുറ മാറ്റം നേതൃത്വ തലത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഡിസിപ്ലിനാണ്. ഒരു അച്ചടക്കം നഷ്ടപ്പെട്ടു പോയാൽ ആ സംഘടന തകർന്നു പോകും. ഇവിടെ ഇപ്പോ നമ്മൾ കാണുന്നത് ആ സംഘടനയുടെ ഒരു ഡിസിപ്ലിൻ അത് വല്ലാതെ ചിന്തഭിന്നമായ ഒരു അവസ്ഥയിലേക്ക് ഈ സമീപകാലത്ത് പല പ്രതികരണങ്ങളും ആവശ്യമില്ലാത്ത രീതിയിൽ അതിലെ അംഗങ്ങൾ തന്നെ പല രീതിയിലും അവരുടെ പ്രതികരണങ്ങൾ നടക്കുന്നു, അതിന് മറുപ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വളരെ ശബ്ദായമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇത് മാറുകയും അപ്പൊ അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും നമ്മുടെ ആ ഒരു അമ്മയുടെ വേദിയിൽ പറയേണ്ട അല്ലെങ്കിൽ അതിനകത്തൊരു അകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നിപ്പോ പൊതുസമൂഹത്തിലേക്ക് വന്ന് ചർച്ച ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ ഒരു ഡിസിപ്ലിൻ ഇല്ലാതായി. ആ നഷ്ടപ്പെട്ടു പോയ ഡിസിപ്ലിൻ ഒരു കാലത്ത് വളരെ ഈ സമൂഹം മുഴുവൻ വളരെ ആദരവോടുകൂടിയും
വളരെ ആരാധനയോടും കൂടിയും കണ്ടിരുന്ന ഒരു വിഭാഗമാണ് ഈ താരങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ ഒരു സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പല നേതൃത്വവും, ഈ സംഘടനയുടെ നേതൃത്വവും, അവര് കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അവര് പല വിഷയങ്ങളിലും ശക്തമായി ഇടപെട്ടിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ സമൂഹവും ഒക്കെ വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു വരാൻ, നമുക്കിപ്പോ കൈമോശം വന്നു പോയ, നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇത് സംഘടന തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. അവിടെ പ്രാഥമികമായും ഈ ഒരു അച്ചടക്കം, അത് കൃത്യമായും ആ ഡിസിപ്ലിൻ തിരിച്ചുപിടിക്കാൻ പറ്റണം. അത് ഏറ്റവും പ്രധാനമാണ്. വേറൊരു കാര്യം, സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ അധ്യക്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനെ മാറ്റി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. അതെ. പിന്നീട് ഇപ്പൊ നിലവിൽ അതിൽ നിന്ന് മാറ്റിയതിനു ശേഷം റസൂൽപുട്ടെ കൊണ്ടുവന്നു. പിന്നീട് വേറെ വിവാദങ്ങളൊക്കെ ഒരുപാട് വന്നു. എങ്ങനെയാണ് ആ വിഷയങ്ങൾ നോക്കിക്കാണുന്നത്? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനൊരു അഭിപ്രായം ഇനി പറയുന്നില്ല. ഞാൻ മുമ്പ് അവിടെ നിന്ന് എന്നെ മാറ്റിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊന്നും എന്റെ ഒരു അഭിപ്രായം അതിനകത്തൊന്നും എനിക്കില്ല. അതിനകത്തൊന്നും ഞാനൊരു അഭിപ്രായം, അതൊക്കെ വ്യക്തിപരമായ ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അതിലേക്കൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല. ഏതാ? ഇല്ല, അങ്ങനെയുള്ള ചർച്ചകളൊന്നും നടന്നിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. അപ്പോ എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് ദൈവനിശ്ചയപ്രകാരം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഒരു വലിയ ശ്രമങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും എന്റെ ഭാഗത്തില്ല. അതൊക്കെ പലതും ഇപ്പോ മുമ്പുണ്ടായിരുന്നതും ഒക്കെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വന്നു ചേരുകയാണ്. അപ്പൊ അത് എനിക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.